ഇന്ത്യ പരുത്തിപ്പിണ്ണാക്ക് നിർത്താൻ പോകും. ഇതാണ് പരുത്തിപ്പിണ്ണാക്കില്ലേ. നമസ്കാരം, വിനീഷാണ്. കാലിത്തീറ്റ ഉള്ള ഒരു കട. അതായത് നമ്മളെല്ലാം പശുക്കളെയും പോത്തുടാവിനെയൊക്കെ വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ 7 കൂട്ടം കാലിത്തീറ്റ, അതായത് പശുക്കൾക്കും പോത്തിനും ആടിന് ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള 7 തരം കാലിത്തീറ്റ വിൽക്കുന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തെ നമുക്ക് ദൂരെയെങ്ങുമല്ല, ഇത് കാട്ടിൽ മാർക്കറ്റ്, അതായത് ഹരിപ്പാടിന് ഇപ്പുറമായിട്ട് മാറി മണികണ്ഠൻ ചിറ എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്. കാട്ടിൽ മാർക്കറ്റ് മണികണ്ഠൻ ചിറ, ആ ഭാഗത്താണ് ഈ കട. കടയൊക്കെ ചെറിയൊരു കൊച്ചു കടയാണ്, പക്ഷേ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കടയാണിത്. അവർക്ക് വേണ്ട പരുത്തിപ്പിണ്ണാക്ക്, ഓക്കപ്പിണ്ണാക്കില്ലേ, ഓക്കപ്പിണ്ണാക്ക് കൂടാതെ പുളിയരി, പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക്, തവിട് അല്ലേ, തവിട്, പിന്നെന്തായിരുന്നു, കൊപ്ര പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക്, അങ്ങനെ 7 തരം പിണ്ണാക്കുകൾ, അതായത് കാലിത്തീറ്റകൾ, 7 തരം കാലിത്തീറ്റകൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അപ്പം നിങ്ങൾക്ക് വീടുകളിൽ കാലിത്തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേറെ എങ്ങും പോകണ്ട, നേരെ മണികണ്ഠൻ ചിറയിൽ വന്ന് ഒരല്പം വടക്കോട്ട് മാറിയാൽ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു കടയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അറിഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ചെറിയൊരു പോത്തുടാവുണ്ട്. അപ്പം ഞാൻ ചില്ലറയായിട്ടാണ് ഇവിടെ വാങ്ങാൻ പോയത്. നിങ്ങൾക്ക് ചില്ലറയായിട്ട്, അതായത് കിലോ കണക്കിന് 1 കിലോ മതിയെങ്കിൽ 1 കിലോ, അല്ല ചാക്ക് നിറച്ച് 50 കിലോയുടെ ചാക്ക് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ 50 ചില്ലറയായിട്ടും കിട്ടും. പരുത്തിപ്പിണ്ണാക്കും ഈ ഓക്കപ്പിണ്ണാക്കും, അതായത് കപ്പലിൻ്റെ പിണ്ണാക്ക്, പുളിയരി, ഈ സാധനമെല്ലാം ഇതുണ്ട്. അതെ, പുളിയരി, ഈ സാധനം എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. മണികണ്ഠൻ ചിറ വന്നിട്ട് ഒരല്പം വടക്കോട്ട് മാറി കിഴക്കേ സൈഡിലാണ് ഈ കട. ഓക്കെ, ശരി എന്നാൽ. ചേർത്ത് പൊടിച്ചു വരുന്നതാണെന്ന് അല്ല, യഥാർത്ഥ ഗോതമ്പേ. ഇത് പോടാനുകൂടി മുടക്കുള്ള മില്ലുകളായത്. അതിനകത്ത് ഇത് കഴുകിയിട്ടാണ് ഈ കമ്പ്യൂട്ടറിൽ മൈനസ് ചെയ്യുകയാണ് പിന്നെ മൈദ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവടായിട്ട് ഇഞ്ഞ് പോരുക. പിന്നെ ഇത് നമ്മൾ പശുവിനും പോത്തിനും എല്ലാം കൊടുക്കാം. ശരി, ഇത് കൊപ്ര പിണ്ണാക്ക്. ഇനി അടുത്ത ഏതാണ്? ഇതാണ് പരുത്തിപ്പിണ്ണാക്ക്. കണ്ടോ, ഇതും നമ്മൾ കാലിത്തീറ്റ പശുവിനും കൊടുക്കാം, ആടിനും തിന്നും, പിന്നെ പോത്തിനും കൊടുക്കും. ഇത് കിലോയ്ക്ക് എന്നാ വിലയ്ക്കും കൂടെ? ഇതിപ്പോൾ കിലോയ്ക്ക് നമ്മൾ 1 കിലോ 37 രൂപയ്ക്ക് കൊടുക്കുക. 37 രൂപയ്ക്ക്. ഇനി അടുത്ത ഏത് പിണ്ണാക്കാണ്? അത് കഴിഞ്ഞാൽ പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക്. ഓക്കെ, കപ്പലിൻ്റെ പിണ്ണാക്ക്. വില എങ്ങനെ ആയിരിക്കും കിലോയ്ക്ക്? ഇതിപ്പം കിലോയ്ക്ക് 70 രൂപയാണ്. കൂടുതൽ എടുക്കുന്നതനുസരിച്ച് നമ്മൾ ചേട്ടാ കുറച്ച് കൊടുക്കും. ശരി, ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ കാണിച്ചിപ്പം? ഇപ്പം നമ്മൾ കൊപ്ര പിണ്ണാക്ക് കാണിച്ചു, പരുത്തിപ്പിണ്ണാക്ക് കാണിച്ചു, അണ്ടിപ്പിണ്ണാക്ക് കാണിച്ചു. ആടിന് മാത്രം? ആടിനും അതുപോലെ തന്നെ ഈ കറവയില്ലാത്ത പശുക്കൾക്ക് കൊടുക്കാമല്ലോ, നമുക്ക് കിടാക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വരമല്ലാനും കൊടുക്കാം. മനസ്സിലായി, അതിന് കൊടുക്കാൻ വേണ്ടി. ഇതിനിപ്പോൾ വിലയും വ്യത്യാസം കാണും? വിലയും കുറവുണ്ട്. ഇത് 1 കിലോ 27 രൂപ. അത്രേ ഉള്ളൂ. ചാക്ക എടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് കുറയ്ക്കും. അപ്പോൾ 4 ഐറ്റമായി. ഇനി അടുത്തതാണ് പുളിയരി. ഇത് നമ്മുടെ പുളുങ്കുരു. അതിന് പച്ചപ്പൊടിയുണ്ട്, വറുത്ത പൊടിയുണ്ട്. ഇത് വറുത്ത് പൊടിക്കുന്നത് അതിനാണ് പോളിഷ് എന്ന് പറയും. പോളിഷ് പൊടി, വറുത്ത പൊടി പെട്ടെന്ന് വേഗം. പുളുങ്കുരി കാണിച്ചു. 42 രൂപ. 42 രൂപ. ഇനിയുള്ളത് 5 ഐറ്റമായി. ഗോതമ്പ് തവിട്. ഗോതമ്പിൻ്റെ തവിട്.
ഇത് നമ്മൾ പോത്തിനും ക്രാവിനും ഒക്കെ തടി വെക്കാൻ വേണ്ടി. അതെ, എല്ലാത്തിനും കൊടുക്കുക. ആ, ഇത് നമ്മൾ വെള്ളത്തിൽ ചാലിച്ചണം. വെള്ളത്തിൽ ചാലിച്ചങ്ങ് കൊടുക്കുക. ചിലർ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ വെച്ചങ്ങ് കൊടുക്കുക. ശരി ശരി. അടുത്തത് ഏതാണുള്ളത്? ഇപ്പോൾ 6 ഐറ്റം കാണിച്ചില്ലേ? 6 ഐറ്റം കാണിച്ചു. 6 സൈസ് കാലിത്തീറ്റ നമ്മളിപ്പോൾ തന്നെ കണ്ടിരിക്കുകയാണ്. ആ, ലോക്ക് കാണിച്ചില്ല. ഇതാണ് കേസ് കാലിത്തീറ്റ. വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം കേസ് കാലിത്തീറ്റ. ആ, ഇത് കേസ് കാലിത്തീറ്റ. ഇത് നമ്മൾ സാധാരണ എല്ലാ കടകളിലും ഉണ്ട്. എല്ലാ കടകളിലാണ്, ഇവിടെയുള്ള കടകളിലൊന്നും ഇല്ല. നമുക്ക് അത് ക്ലച്ച് പിടിച്ച് കിടക്കുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടപ്പോൾ നമ്മുടെ അവിടെ നമുക്ക് ലോഡ് ആയിട്ട് വരുന്ന കൂട്ടത്തിൽ അരിപ്പാട് സോമന്മാരാണ് ഇതിൻ്റെ ഏജൻസി. അപ്പം അവരുടെ ലോഡ് വരുമ്പോൾ നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 70, 60, 70 ചാക്ക് ഇറക്കി തരും. അങ്ങനെ. അപ്പം ഫാമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഈ ഒരു കൊച്ചു കട ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.